സംസ്ഥാനത്ത് കോൺഗ്രസും സിപിഎമ്മും പരസ്പരം പോരടിക്കുമ്പോൾ വ്യത്യസ്തമാണ് കോയമ്പത്തൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം. നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാൻ സിപിഎമ്മും കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണി വീറുറ്റ പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്. ഏപ്രിൽ 18-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയാണ് സിപിഎമ്മിന്റെ എതിരാളി. അഭിമാന പോരാട്ടമാണ് കോയമ്പത്തൂരിൽ സിപിഎമ്മിന്. ബിജെപിയുമായി നേർക്കുനേർ മത്സരം. കേരളത്തിൽ കോൺഗ്രസ് പ്രധാന ശത്രുവാണെങ്കിൽ കോയമ്പത്തൂരിൽ അടുത്ത മിത്രമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും സിപിഎമ്മും ഡിഎംകെ നയിക്കുന്ന സെക്യുലർ പ്രോഗ്രസീവ് സഖ്യത്തിലെ പാർട്ടികളാണ്. ചെങ്കൊടിയും മൂവർണ്ണക്കൊടിയും പച്ചക്കൊടിയും ഒരുമിച്ചുള്ള പ്രചാരണ രംഗമാണിവിടെ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷവും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും കോയമ്പത്തൂരിൽ അതൊരു ചർച്ചാ വിഷയമല്ലെന്ന് സിപിഎം സ്ഥാനാർത്ഥി നടരാജൻ. കേരള അവരെ കേൾക്ക വേണ്ടിയ കേൾവി എന്താ ബാധിപ്പും എങ്ങൾക്കില്ല. ഒരു പ്രശ്നവുമില്ല. ബിജെപിയുടെ സർവാധിപത്യം തടയാനാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഇക്കാര്യത്തിനായി സിപിഎമ്മിനൊപ്പം യോജിക്കുന്നതിൽ തെറ്റില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് GV നവീൻ കുമാർ. கேரளாவில் 2 ஜனநாயக கட்சிகளுக்குள்ள நேரடி போட்டி இருக்கின்றது. இங்கே ஜனநாயகத்திற்கும் சர்வாதிகாரத்திற்கும் உண்டான போட்டி. ஆக சர்வாதிகாரத்தை தோற்கடிப்பதற்கு ஜனநாயக கட்சிகள் அனைத்தும் ஒன்று சேர்ந்து நிற்கின்றன. ஆக கேரளாவில் இருக்கிற அலையன்ஸுக்கும் இங்கே பாதிப்பு ஏற்படாது. கண்டிப்பாக. മുൻ MP CP രാധാകൃഷ്ണനാണ് ബിജെപി സ്ഥാനാർത്ഥി. സിപിഎം പറയുന്നതും ചെയ്യുന്നതും രണ്ടാണ്. വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിക്കുന്നവർ ഇവിടെ ഒരുമിക്കുമ്പോൾ തെളിയുന്നത് അതാണ്. രാധാകൃഷ്ണൻ പറഞ്ഞു. என்னை விட உங்களுக்கு கம்யூனிஸ்டுகளை பற்றி நன்றாக தெரியும். கம்யூனிஸ்டுகள் எப்பொழுதுமே சொல்வதொன்றும் செய்வதொன்றுமாக இருப்பவர்கள் தான் கம்யூனிஸ்டுகள். அவர்கள் தேர்தலுக்கு முன்பாக தேர்தல் கூட்டணி என்பார்கள். தேர்தல் முடிந்த பின்பு நாங்கள் யாரோடும் கூட்டணி வைக்க மாட்டோம், கொள்கை வீரர்கள், எங்களுக்கு தேர்தல் உடன்பாடு என்று புதுக்கதை சொல்வார்கள். இங்கே ராகுல் காந்தியை பிரதம வேட்பாளராக திராவிட முன்னேற்றக் கழகம் சொல்கிறது. அதை வழிமொழிகின்றவர்களாக கம்யூனிஸ்டுகள். വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽക്കടിപ്പവர்களാக കമ്മ്യൂണിസ്റ്റുകൾ. அரசியல் വിന്തയിലും വിന്തയത്. 2 മുൻ എംപിമാർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പ്രചാരണം ഓരോ ദിവസവും ചൂടുപിടിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നും ക്യാമറമാൻ കണ്ണൻ P. പ്രസന്നനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18.